ഡാറ്റ പോയി ഹാർഡ് ഡിസ്കും പോയി ഡാറ്റയും പോയി 100 GB ഡാറ്റ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സൊല്യൂഷൻ നമ്മളെ കയ്യിലുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഹാർഡ് ഡിസ്കിൽ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഹാർഡ് ഡിസ്ക് എങ്ങനെ റിക്കവർ ചെയ്യാം, ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകുന്ന ഫെയിലിയർ വളരെ ഈസി ആയിട്ട് മെത്തേഡിൽ നമുക്കത് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഡെമോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം എൻ്റെ ഏകദേശം 100 GB ഡാറ്റ പോയി തന്നെ പറയാം. പക്ഷെ അത് ഒരു കാരണവശാലും നമുക്ക് അത്രയും വലിയ ഡാറ്റയാണ് കളയാൻ പറ്റാവുന്ന ഒരു സംഭവമല്ല. 10 yearsൻ്റെ ഡാറ്റ എൻ്റെ മിഡിൽ ഈസ്റ്റിലും മറ്റു സ്ഥലങ്ങളെല്ലാം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഇത് 10 വർഷത്തെ എൻ്റെ മൊത്തം ഡാറ്റയാണ് ഒറ്റ സുപ്രഭാതം പോയത്. ഒരു വർഷത്തെ ലാപ്ടോപ്പായിരുന്നു സുപ്രഭാതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാങ്. അപ്പോൾ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അത് എൻ്റെ അനുഭവം കൊണ്ടുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ ഇത് എങ്ങനെ റിക്കവർ ചെയ്യുന്നുള്ളതാണ്. ഞങ്ങൾ ഇൻ്റർനെറ്റിൽ പലയിടത്തൊക്കെ നോക്കി ഇത് എങ്ങനെ റിക്കവർ ചെയ്യാൻ ധാരാളം സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് മീറ്റായി വരണമല്ലോ. അപ്പോൾ ഭാഗ്യം എന്ന് പറയാം, എനിക്ക് പറ്റിയൊരു പ്രശ്നമാണ് ഇന്ന് നമ്മളിന്ന് ലൈവായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഉണ്ടായ ഫെയിലിയർ നമ്മൾ റിക്കവർ ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്തത് നോക്കാം. എന്തായാലും മെയിൻ പ്രശ്നം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ പവർ ഓഫ് ചെയ്യുക. പവർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ അതിൻ്റെ പവർ പിടിച്ചെടുത്തതാണ്. അതിൻ്റെ ബാറ്ററി ഇപ്പോൾ സംഭവങ്ങളൊന്നും നമ്മൾ ഈ എന്തെങ്കിലും റിപ്ലേസ്മെൻറ്റ് നടത്തും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പവർ ബാറ്ററി സാധനങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഊരാണ് ഞാനിപ്പോൾ. ഹാർഡ് ഡിസ്ക് ഫെയിലിയർ ആണെന്ന് 100% എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ ചെയ്യാനുള്ളത് ഹാർഡ് ഡിസ്ക് ഊരുക എന്നുള്ളതാണ്. ഹാർഡ് ഡിസ്ക് ഊരാനായിട്ട് നമ്മൾ ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇത് ഫെയിലിയർ ഹാർഡ് ഡിസ്ക് ആണത്. ഓക്കെ, ഇത് വലിച്ചു കഴിഞ്ഞാൽ പോകുന്നു. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് ആണ് നമുക്ക് ഫെയിലിയർ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ഒരാളെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതാണ് റിസ്റ്റ് ബാൻഡ്. നമ്മൾ EST റിസ്റ്റ് ബാൻഡ് എന്നാണ് പറയുക. റിസ്റ്റ് ബാൻഡ് മസ്റ്റായിട്ട് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് എന്നല്ല, ഇലക്ട്രോണിക്സിൻ്റെ ഏത് സ്പെയർസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ സെൻസിറ്റീവായ ഡിവൈസസ് ആണ്. അപ്പോൾ നമ്മൾ EST റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ച് വേണം നമ്മളിതിനെ ഊരാനായിട്ട്. അപ്പോൾ ഇതൊരു ESTയുടെ മാറ്റാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ. ഇത് നമ്മളെ കയ്യിൽ ധരിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് എർത്ത് ചെയ്തിരിക്കും. അതൊരു പ്രത്യേക രീതിയിലുള്ള 1 mega റെസിസ്റ്റർ വെച്ച് എർത്ത് ചെയ്തിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും. അത്തരത്തിലുള്ള സർഫസാണ് നമുക്കുള്ളത്. ആ സർഫസിൽ നമ്മൾ വെച്ചുകൊണ്ടാണ് നമ്മളെ സർവീസ് എല്ലാം ചെയ്യുക. അപ്പോൾ ഞാൻ റിസ്റ്റ് ബാൻഡ് ഇടുകയാണ്. ആ റിസ്റ്റ് ബാൻഡ് നമ്മൾ ഇതുപോലെ ധരിച്ച് മാക്സിമം ടൈറ്റ് ആക്കി വെക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സ്റ്റാറ്റിക് എനർജി നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അതായത് നല്ലോണം വോൾട്ടേജ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 11 kV ഓളം വരുന്ന ഒരു വോൾട്ടേജ് ഒക്കെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവും. പക്ഷേ വളരെ മൈക്രോ ആംബിയർ ഉണ്ടാവുള്ളൂ. അത് എർത്ത് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡിൽ അതിനെ എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഹാർഡ് ഡിസ്ക്. ഇനി ഹാർഡ് ഡിസ്ക് നമ്മളെ സിസ്റ്റത്തിലോട്ട് റീഡ് ചെയ്ത് നോക്കണം. എൻ്റെ ധാരാളം ഡാറ്റ പോയിട്ടുണ്ട്. അത് പോയില്ലേ കിട്ടും നമുക്ക് അറിയണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് എടുത്തിട്ട് ആ ലാപ്ടോപ്പ് പോയിട്ട് റീഡ് ചെയ്ത് നോക്കണം. ആ റീഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് ആണ്. അപ്പോൾ ഈ ഹാർഡ് ഡ്രൈവിൻ്റെ ഒരു പോർഷൻ ഞാൻ ഊരെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൊഡ്യൂൾ നമുക്ക് കിട്ടും. ഈ മൊഡ്യൂൾ വഴിയാണ് നമ്മളിതിനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇൻസർട്ട് ചെയ്യുക. ഇതിന് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ USB കണക്ട് ചെയ്യുക. അപ്പോൾ USB കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം. ഇതിനെ വേറൊരു തരത്തിൽ മൂവ് ചെയ്യാനോ അതിന് വേറെ ഇതിൽ പൊസിഷൻ മാറ്റരുത്. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഡിവൈസസ് ആണ്. മാക്സിമം ഇതിൽ ഹൊറിസോണ്ടലായി തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. നമുക്ക് കേൾക്കാവുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ ഹെഡ് സ്റ്റക്കായിട്ടുള്ള ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കാവുന്ന ശബ്ദം കേൾക്കാം. മൈക്രോഫോണിൽ മാനേജിൽ പോയിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ സാധനം റീഡ് ചെയ്യും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ള ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രൈവിൻ്റെ ഡിസ്ക് മാനേജ്മെൻറ്റ് സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഇത് വേറൊരു ഡ്രൈവ് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു പോർഷൻ കാണിക്കും. അതിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. നമ്മൾ ഈ സാധനം റെസൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പുതിയ ഡ്രൈവ് ഡിറ്റക്ട് ചെയ്ത് കാണിക്കണം. അതാണ് ഇതിൻ്റെ അത്തരത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ചെയ്ത വർക്ക് സക്സസ് ആയതിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഈ പോർഷൻ നമുക്കിപ്പോൾ കാണാം. ഈ പോർഷനിൽ ഇപ്പോൾ എൻ്റെ ഡ്രൈവ് ആണ് കാണിക്കുന്നത്. എൻ്റെ C ഡ്രൈവും Dയും E ഡ്രൈവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഡ്രൈവ് 3 ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു ഡിസ്ക് 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് അൺനോൺ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ എൻ്റെ സ്റ്റാറ്റസ് നടക്കുന്നത് നോട്ട് ഇനീഷ്യലൈസ്. ദാറ്റ് മീൻസ് ഇത് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ഊരാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഹാർഡ് ഡിസ്ക്. ഇതാണ് ആ ഫെയിലിയറായ ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂസൊക്കെ നമുക്ക് ഊരെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ക്രൂ നമുക്ക് കണ്ടാൽ ഞാൻ ഇത് പൊളിച്ചെടുത്തിരിക്കുകയാണത്. അതല്ലെങ്കിൽ ഈ സ്റ്റിക്കർ മൊത്തം നമുക്ക് ചൂടാക്കി എടുക്കണം. എന്തായാലും VCക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന പരിപാടി ഇതാണ്. ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഇതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതുപോലെ ഒരു ഫ്ലവർ ടൈപ്പാണ് ഹാർഡ് ഡിസ്കിന് സാധാരണ നമ്മൾ വരിക. മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ടൈപ്പാണ്. ഇപ്പോൾ ഈ ടൈപ്പുള്ള ഫ്ലവർ ടൈപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഊരുന്നത്. അപ്പോൾ ഇതിനെല്ലാ സ്ക്രൂവും വളരെ
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉപയോഗിക്കണം. നമ്മൾ നേരിട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഊരരുത്. അതിനൊരു മെത്തേഡ് ഉണ്ട്. ആദ്യം ഓരോ എഡ്ജുകളായിട്ടാണ് ആദ്യം ഊരേണ്ടത്. ഇത് ഈ ഊരാനായിട്ട് ഉപയോഗപ്പെടുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്രീ ആയിരിക്കണം. അതുപോലെ സൺലൈറ്റും മറ്റു സംഭവങ്ങളൊന്നും ഇല്ലാത്ത മാക്സിമം ഡാർക്ക്, ഒരു മീഡിയം ഡാർക്ക് റൂമാണ് ഏറ്റവും നല്ലതാണ്. അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള മറ്റ് ഡിവൈസ് സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. ഫാനോ മറ്റു സാധനങ്ങളോ ഓപ്പറേറ്റ് ചെയ്യരുത്. അതില്ലാതെ തന്നെ നമ്മളിത് ഊരാൻ ശ്രമിക്കണം മാക്സിമം. അപ്പോൾ ഞാനിത് ഊരാണ്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ഊരി കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്ക് സ്റ്റക്കായിട്ടുള്ള കാണാമെന്ന് വിചാരിക്കണം. നമ്മളൊരു മുമ്പ് ഇതുപോലെ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റിപ്പയർ ചെയ്ത് ശരിയാക്കിയതാണ്. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇരിക്കണമെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. അതായത് ഇതാണ് ഈ പറഞ്ഞ പ്രശ്നമുള്ള സാധനം. ഇതാണ് എൻ്റെ ഹെഡ്. അപ്പോൾ ഇതിൻ്റെ ഡ്രമ്മും സ്റ്റോറേജ് ഏരിയ ആണ് ഈ കാണിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ ധാരാളം ഡസ്റ്റൊക്കെ കാണും. ഒരു കാരണവശാലും ഡസ്റ്റോ മറ്റു സാധനങ്ങളോ ഇതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മളതിന് വാക്വം ചെയ്ത് കളയണം. അതുപോലെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണത്. അപ്പോൾ ഊര നിങ്ങൾക്ക് കാണാവുന്നതാണത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇത് സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണത്. ഇപ്പോൾ ഇതിന് ഇളകണില്ല, വളരെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണത്. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഇത് ഈ പ്രശ്നം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടത് എനിക്കൊരു വേറൊരു സ്ക്രൂ ഡ്രൈവർ വേണം. ഇതുപോലെ 2 സ്ക്രൂ ഡ്രൈവർ എടുക്കുക. അതല്ലെങ്കിൽ ഒരു ട്യൂസർ ആയാലും കുഴപ്പമില്ല. സ്ക്രൂ ഡ്രൈവർ ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതിൽ വീഴുകയോ ഇതിൽ സ്ക്രാച്ച് വീഴുകയോ ഉണ്ടായി കഴിഞ്ഞാൽ ഈടുത്ത പണികളൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ടൈറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ്, ഈ നെറ്റിനൊന്ന് നമ്മൾ ലൂസാക്കി കൊടുത്താൽ മതി. ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യുന്ന കാണാം. അത് എങ്ങാനും ടൈറ്റായെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി അയാളൊന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാരലായിട്ട് ആൾ വളരെ ഈസി ആയിട്ട് പോകുന്നുള്ളൂ. ഇതാണ് ചെയ്യേണ്ടത് ഇതിന്. ഓക്കെ, ഇത്ര കഴിഞ്ഞാൽ അവസാനമായിട്ട് ജസ്റ്റ് നടന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ ഓക്കെ, പെർഫെക്റ്റായി. ഇപ്പോൾ ഇവിടെ ലോക്കിൽ ആൾ ഇരുന്നോളൂ. ഇനിയാണ് നമ്മളിനി ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നതാണ്. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിവിടെ ഇരുന്ന സാധനമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തന്നെ കവർ ഇടുകയാണ്. കവറിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ നോക്കുകയാണ് ഇതിനെ. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഊരണ പോലെ തന്നെയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അവസാനത്തെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് എല്ലാ സംഭവങ്ങളും ക്ലിയറായി. ഇനി നമ്മൾ ഇതിനെ നേരെ ഹാർഡ് ഡിസ്കിലേക്ക് നമ്മൾ ലാപ്ടോപ്പിലിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മുമ്പ് ഉപയോഗിച്ച അതേ സാധനത്തിൽ തന്നെ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ USB കണക്ട് ചെയ്യുകയാണ്. അത് USB കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ USB കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിറ്റക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഡിറ്റക്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ യാതൊരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ USB കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കാണാം നമുക്ക് സിസ്റ്റം റിസർവ്ഡ് ഡിറ്റക്ട് ചെയ്തു. മൈ ഗോഡ്, സംഭവം കിട്ടിയിട്ടോ. എൻ്റെ ഡാറ്റ എനിക്ക് തിരിച്ച് കിട്ടി. H ഡ്രൈവ്, I ഡ്രൈവ്, J ഡ്രൈവ്, ഇതിൻ്റെ എല്ലാം ഇത് സത്യത്തിൽ എന്താ സംഭവിച്ചത്, CDE ആ രീതി ഓർഡറിലാണ് ഇത് വന്നിട്ടുള്ളത്. എൻ്റെ ഡാറ്റാസാണ് ഈ മൊത്തം കാണുന്നത്. അത് ഓട്ടോമാറ്റിക്കലി കാണാൻ ഏകദേശം 300 GB എൻ്റെ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. ഹാർഡ് ഡിസ്ക് മൊത്തം ഡാറ്റ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നേരെ ഇത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഡാറ്റാസ് മൊത്തം കോപ്പി എടുത്ത് ബാക്കപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് ഡിസ്ക് ഡാറ്റ നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ എനിക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാതും എൻ്റെ C ഡ്രൈവ് ആണ്. ഇത് ഡ്രൈവേഴ്സും കാണും, ഇൻ്റൽ അതുപോലെ പ്രോഗ്രാം ഫയൽസൊക്കെ അവൈലബിൾ ആണ്. വേറെ പ്രശ്നം സംഭവിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ എൻ്റെ പേഴ്സണൽ ഡാറ്റാസ് ഉള്ള ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് D ഡ്രൈവ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ലാബിൽ മാറിയത് മാത്രം. ഇതിൽ എൻ്റെ എല്ലാ പഴയ റെക്കോർഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതാ കാണുന്നത്. പഴയ എൻ്റെ കുറേ ഡാറ്റാസും ബോട്ട് ഉണ്ടാക്കിയതും പ്യൂരിഫയറിൻ്റെ അതിൻ്റെ എല്ലാതും ടവർ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ വീഡിയോസ് എല്ലാം എനിക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു, ഒക്കെ തിരിച്ച് കിട്ടി. അപ്പോൾ അതുപോലെ എൻ്റെ പഴയ ഡാറ്റാസ് ഞാൻ ഈ ഡ്രൈവിൽ എന്താണെന്ന് നോക്കുകയാണ്. ഇതുപോലെ എക്സ്പ്ലോർ നോക്കി കഴിഞ്ഞാൽ അതിലെൻ്റെ പഴയ കുറേ ഡാറ്റാസ് ഉണ്ടായിരുന്നു. കുറേ നാളെ എൻ്റെ 10 വർഷം ഉണ്ടാക്കിയെടുത്ത ഡാറ്റാസ് മൊത്തം എന്താ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡാറ്റ എനിക്ക് ബാക്കപ്പ് എടുക്കണം. അപ്പോൾ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് വഴി ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കപ്പ് എടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ ഡാറ്റ മിസ്സായി പോയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കണം. കാരണം ഇത്രയും യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷനാണ്. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായൊരു സംഭവം കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊക്കെ നിങ്ങളുടെ ചെയ്യേണ്ട സംഭവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് അതുപോലെ മറ്റ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അവിടെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന നിസാർ ഇബ്രാഹിം സൈനിങ് ഓഫ്.